എന്താ ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ശ്രദ്ധ കരയത്തില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടേ. ഇതെന്താവുമെന്ന് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ അതെ, നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഫസ്റ്റ് സദ്യ കഴിക്കാൻ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കായിരുന്നു രമ്യ മിസ് വന്നത്. രമ്യ മിസ് വന്ന് അമലയ്ക്കൂടുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോൾ ശ്രുതിക്ക് ഇറങ്ങാനുള്ള ടൈമായി. പിന്നെ അതെ, കരയത്തില്ല എന്ന് പറഞ്ഞ ആളാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായിട്ട് ഇനി നേരെ നല്ല വാതിലിന് പോവാണ്, അല്ലെങ്കിൽ മറുവീടിന് പോവാണ്. ഇതിലേതാ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഈ രണ്ടും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരാൾ നമ്മളെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെ പോണു. അല്ലെങ്കിലും നമ്മുടെ ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. ഈ ലിറ്ററേച്ചർ പഠിച്ചവരുടെ ഗുണം എന്താണെന്നറിയോ? നമ്മൾ തെറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കും. ആ കേക്ക് കൊണ്ടുവച്ചപ്പോഴേ അവൾ അതിൽ തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ശ്രുതിയുടെ സ്പെല്ലിങ്ങിൻ്റെ പേരിൽ നമ്മുടെ ക്ലാസ്സിലെ 2 ശ്രുതികളും പണ്ടേ അടിയാണ്. ഇത് അതിൻ്റെ കൂടെ ഒരു എച്ചും കൂടെ ചേർത്തു. അപ്പോൾ പിന്നെ അവൾ ക്ഷമിക്കില്ല. അങ്ങനെ അവിടെ കേക്ക് കട്ടിങ്ങും ഫോട്ടോ സെക്ഷനും ഒക്കെ ആയിട്ട് കുറേ നേരം ഉണ്ടായിരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു ഫുഡ് അടിക്കാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് പിന്നെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി. ഞങ്ങൾ പെട്ടെന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിലരൊക്കെ ഇനി നേരെ ഹോസ്റ്റലിൽ പോകുമെന്നാണ് പറഞ്ഞത്. ആരും വിശ്വസിക്കേണ്ട, യൂട്യൂബർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ.